ചെയ്തിട്ടില്ല. എന്നാൽ CPM-ഉം കേരളത്തിലെ മറ്റു പാർട്ടികളും ചെയ്യാത്തൊരു വർഗീയത SDPI എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വസീഫ് അന്തസ്സുണ്ടെങ്കിൽ തെളിയിക്കണം. ശേഷം ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ മനസ്സിലായോ? വർഗീയത SDPIയുടെ തീവ്രവാദം എന്താണെന്നുള്ളത് വസീഫിന് അന്തസ്സുണ്ടെങ്കിൽ വസീഫ് തെളിയിക്കണം. നമസ്കാരം. എന്നാൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് മനോരമയുടെ ഒരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ന് ന്യൂസ് മലയാളത്തിൻ്റെ ചർച്ചയിലാണ് അടുത്ത സംഭവവികാസം നടക്കുന്നത്. ന്യൂസ് മലയാളത്തിൻ്റെ ചർച്ചയിലും ഈ മനോരമയുടെ ചർച്ചയിൽ വസീഫ് പറഞ്ഞു SDPI എന്ന് പറയുന്ന പേര് കേൾക്കാൻ പോലും ആളുകൾക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന കേട്ടു. ഈ ഇടതുപക്ഷത്തിനൊപ്പം വർഷങ്ങളായിട്ട് ഇന്നൊരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. അത് വെൽഫെയർ പാർട്ടി വന്നപ്പോൾ കേരളത്തിലും ബംഗാളിലുമൊക്കെ ഒരു പരസ്പരം തന്നെയായിരുന്നു, ഒരു മുന്നണി പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ അവരെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ മറുപടി പറയുന്നില്ല എന്ന് SDPIക്കാർ അങ്ങനെ പറയാതിരിക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല. അവർ പറയും. സാധാരണ ഇങ്ങനെ ചാനലുകളുടെ ചർച്ചകൾ സംഘടിപ്പിക്കുമല്ലോ ഓരോ ഇലക്ഷനൊക്കെ ആകുമ്പോൾ ഓരോ കവലുകളി. സാധാരണ SDPIക്കാരെ അങ്ങനെ കണ്ടിട്ടില്ല. കോൺഗ്രസിൻ്റെ BJPയുടെ CPM-ൻ്റെ ആളുകളൊക്കെ ചാനലുകാരെ തന്നെ വിളിച്ചു വരുത്തും. ചാനലിൻ്റെ ഇതിനനുസരിച്ച് അവർ പറയും. SDPIക്കാരെ അങ്ങനെ വിളിക്കാറില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ നിലമ്പൂരിൽ കാര്യക്ഷമമായിട്ട് SDPI അവിടെ ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ചർച്ചകളിലും SDPI ആളുകൾ SDPIയുടെ പ്രവർത്തകരും ചെല്ലാറുണ്ട്. അതുകൊണ്ടാണ് മനോരമയുടെ ചർച്ചയിൽ വസീഫിനോട് ചോദ്യം ചോദിച്ചതും പിന്നെ വസീഫുമായിട്ട് ഒരു തർക്കത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, വസീഫ് ആ ഒരു അർത്ഥത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആദ്യം ശിവൻകുട്ടി അവിടെ രാജിവെക്കേണ്ടി വരുമെന്നുള്ള കാര്യം. അങ്ങനെ പല പ്രദേശങ്ങളിലും പല MLA-മാരും രാജിവെക്കേണ്ടി വരും. രാജിവെച്ചിട്ട് വേണം SDPIയുടെ വർഗീയത അളക്കാൻ. ഇപ്പോൾ ന്യൂസ് മലയാളത്തിൻ്റെ ചർച്ചയിൽ ഒരു പ്രവർത്തകൻ SDPI ചെയ്ത എന്ത് വർഗീയതയാണ്, എന്ത് ഭീകരവാദ പ്രവർത്തനമാണ്, വേറൊരു പാർട്ടിക്കാരും ചെയ്യാത്ത എന്ത് വർഗീയതയും തീവ്രവാദമാണ് SDPI ചെയ്തതെന്ന് വസീഫ് പറയണമെന്ന് വസീഫിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അത്രത്തോളം ആളുകൾ വളർന്നു. കാരണം നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് വെൽഫെയർ പാർട്ടിയെ, ജമാഅത്ത് ഇസ്ലാമിയെ, BDP അങ്ങനെ മുസ്ലിം പേരുകളുള്ള മുസ്ലിം പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന, നിങ്ങൾക്ക് വെല്ലുവിളിയായി ഉയരും എന്ന് തോന്നുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും നിങ്ങൾ കൃത്യമായിട്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് പ്രവർത്തകരോ അണികളോ ഒന്നും വേണ്ട. ഒരാൾ മതി തെരുവിൽ ഉയർന്ന് നിങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കണം. മുഖ്യമന്ത്രി ഒന്ന് മലപ്പുറത്തെയൊക്കെ വൽഗീകരിച്ചുകൊണ്ടൊരു പോക്ക് പോയി. അത് സ്ഥിരമായിട്ട് CPM-ഉം RSS-ഉം മാറ്റി മാറ്റി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്വരാജിനെ ആരൊക്കെയാണ് പിന്തുണയ്ക്കുന്നത്? സ്വരാജിനെ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സവർക്കറെ ആരാധിക്കുന്ന, സവർക്കറിന് വേണ്ടി സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു വലിയ ഹിന്ദു മഹാസഭ നടത്തിയിട്ടുണ്ട്. അവർ പിന്തുണയ്ക്കുന്നു, അവർ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു. എന്തുകൊണ്ടാണ്? BJPയെക്കാട്ടിലും വലിയ വർഗീയവാദം, BJPയെക്കാട്ടിലും വലിയ പ്രീണനം, BJPയെക്കാട്ടിലും വലിയ ഇസ്ലാമിക വിരുദ്ധതയൊക്കെ CPM പറയുന്നതുകൊണ്ടാണ് അവർ പിന്തുണച്ചതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. പല വിഷയങ്ങളിലും നമുക്കറിയാം. ഇവിടെ ഈ ശശികലയെ അതുപോലെ തന്നെ മുസ്ലിം നേതാക്കന്മാരും ഒരേ കേസിൽ അവർക്കെതിരെ കേസെടുക്കുമ്പോൾ ശശികല ജാമ്യത്തിലും മുസ്ലിം മതപണ്ഡിതന്മാർ ജാമ്യമില്ലാ വകുപ്പിലകത്തും. മുസ്ലിം പണ്ഡിതന്മാരെ അറസ്റ്റ് ചെയ്യുന്നു, ശശികലയെ അറസ്റ്റ് ചെയ്യുന്നില്ല. ശശികല ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് വന്നിട്ടും പോലീസ് അകമ്പടിയോടുകൂടി ശശികല എല്ലായിടത്തും പ്രസംഗിച്ചിറക്കുന്നു. ഏതെങ്കിലും ഒരു മുസൽമാനെതിരെ കേസ് വന്നാൽ അവനകത്താവുന്നു. ഇതാണ് CPM-ൻ്റെ നയം, CPM-ൻ്റെ നിലപാട്. അപ്പോൾ SDPIയുടെ ഒരു പ്രവർത്തകൻ മതി വസീഫിനെ പോലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുക. അവർ ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കേണ്ടി വരും. ഇപ്പോൾ കോൺഗ്രസ്സുകാർ SDPI വലുതായിട്ട് പ്രകോപിപ്പിക്കാറില്ല. എന്താ അവർക്കറിയാം, പണി കിട്ടുന്നത് ഒരു ബുദ്ധിപരമായ രാഷ്ട്രീയമാണ്. കാരണം എന്തിനാണ് ഒരു ആളുകളെ പ്രകോപിപ്പിച്ചുകൊണ്ട് എടുക്കുന്നത്? ഇപ്പോൾ വെൽഫെയർ പാർട്ടി അവിടെ മുന്നിലിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയെ ശുദ്ധീകരിക്കുകയാണ്. ഏതാണ്ട് സന്ദീപ് വാര്യരെ ശുദ്ധീകരിച്ച പോലെ തന്നെ വെൽഫെയർ പാർട്ടിയെ ശുദ്ധീകരിക്കുന്നുണ്ട്. നാളെ അവരൊരു പക്ഷേ ഒരു മുന്നണി ആയേക്കാം, ആവാതിരിക്കുകയൊക്കെ ചെയ്തിട്ട്. എന്നാലും CPM-നാണ് ഈ കൊള്ളുന്ന മൊത്തം അങ്ങനെയാണ്. കാരണം CPM-കാർക്ക് CPM-നെ പിന്തുണയ്ക്കാത്ത എല്ലാ മുസ്ലിം പ്രസ്ഥാനങ്ങളും തീവ്രവാദികളും വർഗീയവാദികളുമാണ്. അങ്ങനെ നിങ്ങൾ നിരന്തരം പറയുമ്പോൾ തെരുവുകളിൽ നിങ്ങളെ ചോദ്യം ചോദിക്കുക കാര്യങ്ങളുണ്ടാകും. ഇന്ന് മനോരമയുടെ ചാനലിൽ ചർച്ചയിൽ ഒരു SDPI പ്രവർത്തകൻ വന്നു, ന്യൂസ് മലയാളത്തിൻ്റെയും മറ്റൊരു SDPI പ്രവർത്തകൻ വന്നു. അങ്ങനെ നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ നിങ്ങളെ പിന്തുടർന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഈ ജനത എന്നുള്ള കാര്യങ്ങൾ മറക്കരുത്.